നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ വിവിധ തസ്തികകളായിട്ടുള്ള നിയമനത്തിന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2026 ജനുവരി 22 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ എലിജിബിളുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇത് തസ്തികകൾ ഞാൻ പറയാം. അതിലേക്കുള്ളത് തസ്തികകൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, അതേപോലെ ജൂനിയർ ക്ലർക്ക്, അതുതന്നെ സൂപ്പർ ഗ്രേഡ് ബാങ്ക്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, അതേപോലെ സാധാരണ ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളാണ് ഇപ്പം നിയമനം വന്നിട്ടുള്ളത്. ഇതിലേക്ക് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. 35/2025 അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടൻറ്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഇതെല്ലാം കൂടെ 9 ഒഴിവുകളാണ് ഉള്ളത്. വേണ്ട യോഗ്യത 50% ഡിഗ്രിയും അതോടൊപ്പം HDC അല്ലെങ്കിൽ HDC ആൻഡ് BM പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ഡിഗ്രിയും JDC ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ബാങ്ക്, ഇതിൽ 50% മാർക്കോടെ പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. 9 ഒഴിവുകളാണ് ഉള്ളത്. അടുത്ത ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കാണ്. അതിന് 19 ഒഴിവുകളുണ്ട്. അടുത്ത ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുണ്ട്. അതിൽ 43 ഒഴിവുകളാണുള്ളത്. അതുകൊണ്ട് ജൂനിയർ ക്ലർക്കുമാരുടെ സാധാരണയുള്ള ക്ലാസ് 2 to ക്ലാസ് 7 ബാങ്കുകളിൽ 18 ഒഴിവുകളാണുള്ളത്. ഇതിനൊക്കെ വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതോടൊപ്പം JDCയും കൂടെ പാസ്സായിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ എടുത്തവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിന് ബിരുദവും HDC ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ളവർക്ക് ജൂനിയർ ക്ലാസ്, ജൂനിയർ ക്ലർക്ക് എന്നുള്ള ഈ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരുടെ 4 ഒഴിവുകളാണുള്ളത്. അതിലേക്ക് MCA അല്ലെങ്കിൽ BTech, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT, ഇതിൽ ഏതെങ്കിലുമുള്ള BTechും അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള അതിലേക്ക് 3 ഒഴിവുകളാണുള്ളത്. ഡിഗ്രിയും ഡാറ്റ എൻട്രി കോഴ്സിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായം നേരത്തെ 18 മുതൽ 40 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ഒരു ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി 150 രൂപയാണ് അപേക്ഷ ഫീസ്. ഒന്നിലധികം ബാങ്കിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ, ഒന്നിലധികം തസ്തികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ 50 രൂപ ഓരോരുത്തരിലേക്കും എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. SC STക്കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ആദ്യം അപേക്ഷിക്കുന്നതിന് 50 രൂപ, അഡീഷണൽ ആയിട്ടുള്ളതിന് എക്സ്ട്രാ 50 രൂപയും കൂടി കൊടുത്താൽ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 22 ആണെന്ന കാര്യം മനസ്സിലാക്കുക. www.cseb.kerala.gov.in എന്ന സൈറ്റിൽ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. നോട്ടിഫിക്കേഷൻ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിച്ച് ഞാൻ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഓരോന്നോരോന്നെടുത്ത് നോക്കേണ്ടി വരും. അതേപോലെ അപേക്ഷിക്കേണ്ടത് ഈ സൈറ്റ് വഴിയാണ്. ജനുവരി 22 വരെ www.cseb.kerala.gov.in സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏകദേശം മൊത്തം 100ഓളം ഒഴിവുകളാണുള്ളത്. താങ്ക് യു.